എന്റെ കർത്താവേ, ഏലിയാമ്മച്ചേടത്തേക്ക് പോത്ത്, പോർക്ക്, കോഴി, താറാവ് ഇതൊക്കെ കൊണ്ടുവരാന്നും പറഞ്ഞ് കാശ് വാങ്ങി അവര് പോയതാ. ഇപ്പൊ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. അന്ന് ഒരുത്തനോട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞു, അവനെയും കാണാനില്ല. ഈ നല്ലൊരു ക്രിസ്തുമസ് ആയിട്ട് നീ എന്നെ പട്ടിണിക്ക് ഇടുവോ? എന്റെ പൊന്നെ, ഓരോരോ ഏർപ്പാട് മനുഷ്യന്മാരെ ചുറ്റിക്കാനായിട്ട്. ഓ എന്റെ സുധാകര, എത്ര നേരെ ഒരു ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട്. എന്റെ പൊന്നയില്ലേ അമ്മച്ചേടത്തി, ഈ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾക്ക് അവിടെ ബാക്കി ഉണ്ടായിരുന്ന ഭക്ഷണം അതൊക്കെ ഇത്തിരി നേരത്തെ വിളിച്ച് പറയണ്ടേ? ഈ അവസാനം നേരത്താണ് പറയാം, കട പൂട്ടണ നേരെ ഇന്നോ ഇത് പിടിച്ചേ, ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന്. രാത്രിക്കുള്ളത് തന്നെ ഉള്ളൂ, വേറെ ഒരു സാധനം തരാനില്ല. ദേ ഒരു കുപ്പികളിൽ അത്ര കിട്ടിയുള്ളൂ. ഇതുകൊണ്ട് എന്റെ ഏലിയമ്മച്ചേടത്തി ഈ കള്ള് കണ്ടിയാൽ ഞാൻ പെട്ട പാടം എനിക്കറിയുള്ളൂ. ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ആകെ ഒരു കുപ്പിയുള്ളൂ, അത് മതി ക്രിസ്മസിന് കേട്ടാ. ശരി. ബിരിയാണി ബിരിയാണി മറ്റോരും കൊണ്ടുവന്നു. ഇന്ന് തിന്ന് ഞാൻ മരിക്കും. ആരാ? എന്താ വേണ്ടേ? നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല, നഞ്ച് വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. അമ്മ കൊച്ചിന് പശിക്കത് വിശക്കണു അമ്മ. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ് എല്ലാം ഒലിച്ചു പോയി, തണ്ണി വണ്ടത് നയാ പൈസയില്ല. മലയാളം തെറിയുമാ? വാങ്ങി വായമ്മ, അന്ത ന്യൂസ് ഇതിൽ പോട്ടിருக்கு. ഇവിടെ ഒന്നുമില്ല, പോയിക്കോടുന്ന്. തമിഴ്നാടും തമിഴ്നാടും വെള്ളപ്പൊക്കവും ഓരോ തട്ടിപ്പായിട്ട് ഇറങ്ങിയിരിക്കുക. പോയേ പോയേ. അടച്ച് ഇനി കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൈസയില്ല. ഓരോരുത്തന്മാര് വന്നിരിക്കുക തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നും. എന്റെ ഭക്ഷണം ഇവിടെ കള്ളം കൊണ്ടുപോയി. വാതില് തുറന്നു നോക്കണോ? എന്റെ ഭക്ഷണം എടുത്ത് ഓടുന്നു. എന്നെ പട്ടിണി കേട്ട് കൊല്ലാതെ താഴെ എന്റെ ഭക്ഷണം. ഒന്ന് പോത്തല്ലേ, കഴിഞ്ഞ ഈസ്റ്ററിനെ എന്നെ പഞ്ഞിക്കിട്ടപ്പോ ഞാൻ നന്നായിന്ന് വിചാരിച്ചില്ലേ. കള്ളനെ കർത്താവിനെ കൊണ്ടോ എനിക്ക് തിരിച്ചറിയടാ. ഞാനേ നന്നായിട്ടില്ല, നിങ്ങൾക്കൊരു പണി തരണമെന്ന് വെച്ചിട്ടാ ഞാൻ വന്നേ. എന്റെ ദൈവമേ, ഒന്ന് പോതല്ലേ. എന്റെ കർത്താവേ, നീ ക്രിസ്തുമസ് ആയിട്ട് എന്നെ ചതിച്ചൂലോ. ഈ ക്രിസ്മസിന് നിങ്ങൾ പട്ടിണിയിരുന്ന് പണ്ടാറണിപ്പോ. എന്റെ കർത്താവേ, എന്നോട് ഇത് വേണമാർന്ന. ഏലിയാമേ, ക്രിസ്തുമസ് വേദനിക്കുന്നവൻ്റെയും വിശക്കുന്നവൻ്റെയും കൂടിയാണെന്ന് നീ എന്തേ മനസ്സിലാക്കാഞ്ഞത്? ശരി എൻ്റെ കർത്താവേ, ആ ചെറിയ കുട്ടിക്ക് പോലും ഞാൻ ഭക്ഷണം കൊടുക്കാതെ വിട്ടെ. അതിനുള്ള ശിക്ഷയായിരിക്കും ഇത്. ഈ ക്രിസ്തുമസായിട്ട് ഉപവാസം എടുക്കാം. ഇനി ആരാ? അയ്യോ, നിങ്ങൾ വീണ്ടും വന്നാ? വൈഷ്ണവ ജനതോ തേരെ സജനേ. എല്ലാ ക്രിസ്മസിനും കർത്താവ് ഇല്ലാട്ടാ. എടാ കള്ള. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.